സ്വപ്നക്കൂട് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലഞ്ച് മെനു ഒരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ആദ്യത്തേതിൽ ചോറ് വയ്ക്കുന്നതും വാഴക്കൂമ്പ് തോരൻ വയ്ക്കുന്നതുമാണുള്ളത്. ചോറ് ഈസി ആയിട്ട് വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ കുക്കറിലിട്ടാണ് വയ്ക്കുന്നത്, കലത്തിലല്ല വയ്ക്കുന്നത്. വാഴക്കൂമ്പ് അരിഞ്ഞത് ആദ്യം ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്, അതിൻ്റെ കറയൊക്കെ മാറാനായിട്ട്. എന്നിട്ടാണ് തോരൻ വയ്ക്കാൻ എടുക്കുന്നത്. തോരൻ വയ്ക്കുന്ന രീതിയൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളക് അതിനകത്തോട്ടിട്ടിട്ട് ഞാൻ ഇച്ചിരി ഇഞ്ചി ഇടുന്നുണ്ട്, ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നുണ്ട്, ഇച്ചിരി ഉള്ളി ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട്. ഇത് തോരൻ വയ്ക്കുന്ന രീതി ആർക്കും അറിഞ്ഞൂടാന്നും പറഞ്ഞല്ല ഞാനിത് ചെയ്യുന്നത്. എന്നാലും ന്യൂജൻ പിള്ളേർക്ക് പലർക്കും ചിലർക്കൊന്നും അറിഞ്ഞൂടാതെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നത്. ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില ഇട്ടത് പറയാൻ വിട്ടുപോയി. അതും ഇട്ട് സോട്ട് ചെയ്തു. ഇനി വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിരുന്നില്ലേ, ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ആ കൂമ്പെടുത്ത് പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് നേരം സോട്ട് ചെയ്യുക, അതിൻ്റെ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി സോട്ട് ചെയ്യുക. ഇനി കുറച്ച് തേങ്ങയും ജീരകവും കുറച്ച് ഉള്ളിയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ തോരനകത്തോട്ട് അത് ആഡ് ചെയ്യാം. അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും ഇട്ട് അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുക. ഓൾറെഡി ആദ്യം ഇത് വെന്തായിരുന്നു, കുറച്ച് നേരമേ കൂമ്പിന് വേവുള്ളൂ. വെള്ളം ഒഴിക്കാതെ വേണം ഇത് വേവിക്കാൻ. ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചുകൊണ്ടാണ് വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. ഓൾറെഡി വെള്ളം അത് എടുത്തു കഴിഞ്ഞു അതിനകത്തോട്ട് കുതിർത്ത് വെച്ചിരുന്നപ്പോൾ തന്നെ. ഇനി നമ്മുടെ ചോറൊന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അത് പ്രഷർ വെച്ച് പ്രഷർ വരുമ്പോഴത്തേക്ക് നമുക്കത് തീ ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ തോരൻ ഇവിടെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരനാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്.